ഫ്രീഡം വിത്ത് പീസ് പ്രോഗ്രാം. അതിൽ LP, UP, ഹൈസ്കൂൾ, HSS ഈ വിഭാഗങ്ങളിലൊക്കെയായി, അത് മലയാളത്തിലും ഇംഗ്ലീഷിലും ഒക്കെയായി നടത്തിയിട്ടുള്ള പ്രസംഗ മത്സരത്തിൻ്റെ വിജയികളെയാണ് പ്രഖ്യാപിക്കുന്നത്. അപ്പോൾ എല്ലാവരും റെഡിയല്ലേ? നമ്മൾ പ്രഖ്യാപിക്കുകയാണ്. ഇതാ ഇംഗ്ലീഷ് പ്രഭാഷണത്തിലെ LP തലത്തിലുള്ള വിജയികളെ പ്രഖ്യാപിക്കുകയാണ്. LP വിഭാഗത്തിലെ 1ാം സ്ഥാനം കരസ്ഥമാക്കിയിരിക്കുന്നത് ഹവ്വ ജമാൻ, സിൽവർ മൗണ്ട് ഇന്റർനാഷണൽ സ്കൂൾ, പെരിന്തൽമണ്ണ. 2ാം സ്ഥാനം ആദം യു സനൂജ്. 2ാം സ്ഥാനം കരസ്ഥമാക്കിയിരിക്കുന്നത് ആദം യു സനൂജ്, ഇസ്ലാമിക് ഇംഗ്ലീഷ് ഹൈസ്കൂൾ, പുതുനഗരം. LP വിഭാഗ ഇംഗ്ലീഷ് പ്രസംഗ മത്സരത്തിലെ ഫ്രീഡം വിത്ത് പീസ് റേഡിയോ സംഘടിപ്പിച്ച പ്രഭാഷണ മത്സരത്തിലെ 3ാം സ്ഥാനം കരസ്ഥമാക്കിയിരിക്കുന്നത് ഹാത്തിം അബ്ദുൽ വഹാബ്, ഐഡിയൽ ഇന്ത്യൻ സ്കൂൾ, ദോഹ, ഖത്തർ. വിജയികൾക്ക് അഭിനന്ദനങ്ങൾ നേരുന്നു. ഇനി ഇംഗ്ലീഷ് പ്രഭാഷണ മത്സരത്തിലെ UP വിഭാഗത്തിലെ വിജയികളെയാണ് പ്രഖ്യാപിക്കുന്നത്. UP വിഭാഗം 1ാം സ്ഥാനം കരസ്ഥമാക്കിയിരിക്കുന്നത് റിനാസ് PK, അൽ അമീൻ ഇംഗ്ലീഷ് സ്കൂൾ, മങ്കട. 2ാം സ്ഥാനം ഇൻഷ ഷംസ്, AMUP സ്കൂൾ, മേൽമുറി സൗത്ത്. 3ാം സ്ഥാനം കരസ്ഥമാക്കിയിരിക്കുന്നത് ഹനാൻ റന, ദി മോഡൽ സിറ്റി സ്കൂൾ. പ്രിയ കൂട്ടുകാരെ, പീസ് റേഡിയോ ഫ്രീഡം വിത്ത് പീസ് പ്രഭാഷണ മത്സരത്തിലെ ഇംഗ്ലീഷ് വിഭാഗം UP സ്കൂളിലെയും LP സ്കൂളിലെയും കുട്ടികളുടെ ഫലപ്രഖ്യാപനം നടത്തി. ഇനി ഹൈസ്കൂളിലെ 1ാം സ്ഥാനം കരസ്ഥമാക്കിയിരിക്കുന്നത് ഷഹനാസ് KS, MKNMHSS, കുമാരമംഗലം, ഇടുക്കി, തൊടുപുഴ. ഷഹനാസ് KS ആണ് 1ാം സ്ഥാനം ഹൈസ്കൂൾ വിഭാഗത്തിൽ നിന്നും ഇംഗ്ലീഷ് പ്രഭാഷണ മത്സരത്തിൽ നേടിയിരിക്കുന്നത്. 2ാം സ്ഥാനം ഇനി ആയിഷ ആസാദ് AP, ഗിഫ്റ്റ് പബ്ലിക് സ്കൂൾ, ഗൂഡല്ലൂർ, തമിഴ്നാട്. ഹൈസ്കൂൾ വിഭാഗം 3ാം സ്ഥാനം കരസ്ഥമാക്കിയിരിക്കുന്നത് മിസ്സ മിതാബ്, ഹൊറൈസൺ ഇംഗ്ലീഷ് സ്കൂൾ, ഇരിക്കൂർ. പീസ് റേഡിയോ ഫ്രീഡം വിത്ത് പീസ് പ്രഭാഷണ മത്സരത്തിലെ ഹൈസ്കൂൾ വിഭാഗത്തിലെ 1, 2, 3 സ്ഥാനം നേടിയ കൂട്ടുകാരെയാണ് ഇപ്പോൾ പ്രഖ്യാപിച്ചത്. ഇനി HSS ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നും 1ാം സ്ഥാനം കരസ്ഥമാക്കിയിരിക്കുന്നത് മുസ്ലിഹ GTMO, മെട്രിക് ഹയർ സെക്കൻഡറി സ്കൂൾ, ഗൂഡല്ലൂർ. 2ാം സ്ഥാനം അതിക മെഹറിൻ PB, സാക്രഡ് ഹാർട്ട് മെട്രിക്കുലേഷൻ ഹയർ സെക്കൻഡറി സ്കൂൾ, കയ്യൂന്നി. 3ാം സ്ഥാനം കരസ്ഥമാക്കിയത് റൈഹ ഫാത്തിമ, മമ്പുറം ഇംഗ്ലീഷ് മീഡിയം സീനിയർ സെക്കൻഡറി സ്കൂൾ. പീസ് റേഡിയോ ഫ്രീഡം വിത്ത് പീസ് പ്രോഗ്രാമിൻ്റെ ഭാഗമായി ഈ കഴിഞ്ഞ സ്വാതന്ത്ര്യ ദിനത്തോടനുബന്ധിച്ച് നടത്തിയിട്ടുള്ള പ്രഭാഷണ മത്സരത്തിലെ LP, UP, ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി സ്കൂൾ ഇംഗ്ലീഷ് പ്രഭാഷണ മത്സരത്തിൽ 1, 2, 3 സ്ഥാനം നേടിയ കൂട്ടുകാരെയാണ് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. വിജയികൾക്ക് പ്രത്യേകമായ അഭിനന്ദനങ്ങൾ നേരുന്നു. സന്തോഷം. അടുത്തതായി മലയാളം വിഭാഗത്തിലെ 1, 2, 3 യഥാക്രമം സ്ഥാനം നേടിയ കൂട്ടുകാരെയാണ് പ്രഖ്യാപിക്കുന്നത്. മലയാളം പ്രഭാഷണത്തിലെ LP സ്കൂളിൽ നിന്നും 1, 2, 3 സ്ഥാനം ആരാണ് നേടിയെന്ന് നോക്കാം. 1 ഹംദ മൊയ്തീൻ, CH മെമ്മോറിയൽ സ്കൂൾ, മുക്കം, നെല്ലിക്കാപ്പറമ്പ്. 2ാം സ്ഥാനം ദുവ അമൽ, GLPS, മഞ്ചേരി. 3ാം സ്ഥാനം നഹ്യാൻ ഉബൈദ് KT, IECT, അത്തിപ്പറ്റ. അടുത്തതായി UP സ്കൂളിലെ 1, 2, 3 സ്ഥാനം നേടിയിട്ടുള്ള UP തലത്തിലുള്ള കുട്ടികളെയാണ് പ്രഖ്യാപിക്കുന്നത്. മലയാളം UP പ്രഭാഷണ മത്സരത്തിൽ 1ാം സ്ഥാനം അംന ഫറൂഖ്, AES ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ, അഞ്ചരക്കണ്ടി. 2ാം സ്ഥാനം ഷഹീൻ ഷാ ഷഹ്മീൽ K, AUP സ്കൂൾ, ആനമങ്ങാട്. 3ാം സ്ഥാനം ഹിബ മുജീബ്, GMUPS, ഇരുമ്പുഴി, മലപ്പുറം. മലയാളം പ്രഭാഷണം ഹൈസ്കൂൾ വിഭാഗത്തിൽ 1ാം സ്ഥാനം നേടിയത് ഫാസ് അലി, ബ്ലോസം പബ്ലിക് സ്കൂൾ. 2ാം സ്ഥാനം മറിയം ബിൻത് യാസിർ, AHM GHS സ്കൂൾ, കോക്കോർ. 3ാം സ്ഥാനം സമീഹ T, GHS, ചേരിയം സ്കൂൾ. മലയാളം ഹൈസ്കൂൾ വിഭാഗത്തിലെ 1, 2, 3 സ്ഥാനം നേടിയ കുട്ടികളെയാണ് പ്രഖ്യാപിച്ചത്. ഇനി ഹയർ സെക്കൻഡറി സ്കൂളിലെ 1ാം സമ്മാനം നേടിയിരിക്കുന്നത്, ഫസ്റ്റ് പ്രൈസ് നേടിയിരിക്കുന്നത് ആയിഷ നവ, നിർമ്മല HSS, എരമമുണ്ട. അടുത്തത് ഫ്രീഡം വിത്ത് പീസ് റേഡിയോ സംഘടിപ്പിച്ച പരിപാടിയോടനുബന്ധിച്ചുള്ള വളരെ ശ്രദ്ധേയമായൊരു മത്സരമായിരുന്നു ഫ്രീഡം ക്വിസ്. ഫ്രീഡം ക്വിസിൽ പങ്കെടുത്ത് വിജയിച്ചിട്ടുള്ള ശ്രോതാക്കളിൽ നിന്നും തിരഞ്ഞെടുത്ത വിജയികളായിട്ടുള്ള ആളുകളെയാണ് നമ്മൾ പ്രഖ്യാപിക്കുന്നത്. ഫ്രീഡം ക്വിസിലെ 1ാം സ്ഥാനം കരസ്ഥമാക്കിയിരിക്കുന്നത് സബിത BM, തെരുവത്ത്.
2 റഹീദ പി കെ, 3 താഹിറ ടി കെ കാസർഗോഡ്. പ്രിയ കൂട്ടുകാരെ, പ്രിയ ശ്രോതാക്കളെ, പീസ് റേഡിയോ ഫ്രീഡം വിത്ത് പീസ് ഈ കഴിഞ്ഞ സ്വാതന്ത്ര്യ ദിനത്തോടനുബന്ധിച്ച് നടത്തിയ കൂട്ടുകാർക്കായുള്ള മലയാളം ഇംഗ്ലീഷ് പ്രഭാഷണങ്ങളിൽ 1, 2, 3 യഥാക്രമം ഹൈസ്കൂൾ, LP, HSS തുടങ്ങിയ വിഭാഗങ്ങളിലായി നടത്തിയ മത്സരത്തിൻ്റെ ഫലപ്രഖ്യാപനവും കൂടെ ഫ്രീഡം ക്വിസിൽ ശ്രോതാക്കൾക്കായി നടത്തിയ മത്സരത്തിൻ്റെയും ഫലപ്രഖ്യാപനമാണ് ഇപ്പോൾ നമ്മൾ കേട്ടിട്ടുള്ളത്. ഈവനിങ് ലൈവിൻ്റെ അവസാനത്തിലേക്ക് നമ്മൾ അടുക്കുന്നു. ഈവനിങ് ലൈവ് അവസാനിക്കുകയാണ്. ഇൻഷാ അല്ലാ